ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. സോ ദിസ് ഈസ് മൈ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ റിസർച്ച് ഇൻറ്റേൺ അറ്റ് IISc. അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ PGന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ IISc എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ലൈക്ക് അവിടെ പഠിച്ചില്ലെങ്കിലും ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് കയറി ഒന്ന് എന്താ സംഭവം എന്നൊക്കെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇൻറ്റേൺ ആയിട്ട് നിൽക്കുന്നത് CDS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അനുഷ്ക ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഇതിലും നേരത്തെ ഇറങ്ങുന്നതാണ്, പക്ഷേ ഇന്ന് നമ്മൾ വ്ളോഗൊക്കെ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാ ദിവസവും ഇങ്ങനെ വൃത്തിയായിട്ടും നമ്മൾ പോകാറില്ല. ഇന്ന് കുറച്ച് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്, കുറച്ച് വൃത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി. അപ്പം ഇനി ഒരു 1 വീക്കും കൂടി ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് വെച്ചാൽ മിക്കവാറും വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നങ്ങ് കഷ്ടപ്പെട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 3.5 കിലോമീറ്റേഴ്സ് ഉണ്ട്, അനുഷ്ക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 2.5 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് ബസ്സിന് പോവായിരുന്നു. ബസ്സിന് പോയാലും ഒരു 1.5 കിലോമീറ്റർ എനിക്ക് നടക്കണം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ട്രാഫിക്കിൽ കുറേ നേരം സ്റ്റക്കായിട്ടിരിക്കും. അങ്ങനെ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പം ഇവിടുന്ന് 3.2 കിലോമീറ്റേഴ്സ് കറക്റ്റ് പറഞ്ഞാൽ 3.2 കിലോമീറ്റേഴ്സ് ഡെയിലി ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ 3.2 കിലോമീറ്റേഴ്സ് ഭയങ്കര വലുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ നമുക്കിപ്പം 3.2 കിലോമീറ്റേഴ്സ് ഒന്നും അല്ലാണ്ടായി. നടന്ന് ഭയങ്കര ഇറ്റ്സ് ആക്ച്വലി ഫൺ. രാവിലെ നടന്നെത്തുമ്പോഴത്തേക്കും കുറച്ച് ക്ഷീണമാണെങ്കിലും ഭയങ്കര നമുക്കൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ IIScയുടെ ക്യാമ്പസ് സോ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ മരങ്ങളും, അധികം വെയിലൊന്നുമില്ല. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നടക്കാനൊന്നും. പിന്നെ എപ്പോഴും ഒരു തണുത്ത കാറ്റൊക്കെയാണ് എപ്പോഴും അതിൽ കൂടെ ഉള്ളത്. സോ ഇറ്റ്സ് ആക്ച്വലി നൈസ്. അപ്പം ഞാൻ എൻ്റെ IIScയിലെ എക്സ്പീരിയൻസ് അല്ല, എന്താണ് അനുഷ്കയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ IIScയിലെ ഇന്റേൺഷിപ്പിനെ പറ്റിയിട്ട്? പോകാനേ തോന്നുന്നില്ല. ഭയങ്കര എനിക്ക് കിട്ടിയ ഗൈഡാണെങ്കിൽ നല്ല മിസ്സായിരുന്നു. അത് മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം നല്ലൊരു ലാബാണ് എനിക്ക് കിട്ടിയത്. സോ എനിക്ക് ഇവിടുന്ന് ഇപ്പം 6 വീക്ക് പോകാൻ നമ്മൾ ആദ്യം വിചാരിച്ചത്, പക്ഷെ എനിക്കിപ്പം പോകാനേ തോന്നുന്നില്ല. സെയിം, എൻ്റെ അങ്ങനെ തന്നെയാണ്. നല്ലൊരു ലാബ് കിട്ടി നമുക്ക്. ഇവിടെ വന്ന് നല്ലൊരു ലാബ്, നല്ലൊരു പ്രൊഫസറിനെ കിട്ടിയാൽ അത് ആക്ച്വലി നല്ല സെറ്റാണ്. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഇവിടുത്തെ ഹോൾ ഇന്റേൺഷിപ്പും ഹോൾ പ്രോസസ്സും എല്ലാം. അവിടെ പോകാനായപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ഥലം കൈൻഡ് ഓഫ് മിസ് ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പോവാം ഗൈസ്, ബൈ. അപ്പൊ നമ്മളിനി അടുത്ത മെയിൻ സ്റ്റെപ്പ് ഒരു ലോങ് വാക്കാണ്. നമ്മൾ നടക്കാൻ തുടങ്ങാൻ പോവാണ്. നല്ല വെയിലൊക്കെ ഉണ്ട് പുറത്ത്. ബാംഗ്ലൂർ രാവിലെ ഒരു പ്രത്യേക വെയിലാണ്. എനിക്ക് ഇവിടുത്തെ വെയിലൊട്ടും ഇഷ്ടമല്ല. എന്നാലും നമ്മൾ പോവാണ്. അപ്പോൾ യൂഷ്വലി ഒരു ട്രാൻസ് വാഹനം ഉണ്ടാവാറുണ്ട്. ട്രാൻസ് വാഹനം കയറിയ ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് എത്തും ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ആകെ 4 പേർക്ക് ഇരിക്കാൻ പറ്റുമോ ട്രാൻസ് വാഹനിൽ? അയ്യോ, അത് കിട്ടിയില്ല. ഞാൻ ഓടി, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പം ഇനി നടക്കണം. ഇനി എത്ര, 2 കിലോമീറ്ററോ? 1.5 ഉണ്ടാവായിരിക്കും. 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിനി ആ 20 മിനിറ്റ്സ് നടക്കാൻ പോണേ. ഞങ്ങളല്ല, ഞാൻ. അനുഷ്കയ്ക്ക് ഒരു 5 മിനിറ്റ് വോക്കേ ഉള്ളൂ. നമ്മളിപ്പോൾ നടന്നു പോകുന്നത്, നമ്മൾ DGT നിന്നാണ് കയറിയത്. ഇനി കാണുന്നതാണ് റോബർട്ട് ബോഷ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ കാണിച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര രസമാണ് ഈ ഒരു സൈഡ് കാണാൻ. ഇവിടെ എനിക്ക് ഭയങ്കര കാറ്റൊക്കെയാണ്. ഇപ്പം അത്യാവശ്യം വെയിലുണ്ട്. അവിടെ നടന്നെത്തുമ്പോഴത്തേക്കും ഞാനൊരു പരുവാകും. ഒന്ന് പറഞ്ഞിട്ട് പോവാം.
ഞാനൊരു ഹാഫ് ഡിസ്റ്റൻസ് ഇപ്പം കവർ ചെയ്തു. പക്ഷെ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇങ്ങനെ കുറേ സമയം ഉണ്ടെങ്കിൽ വഴിയൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ വലിയ രസമൊന്നുമില്ല. പിന്നെ ഒരുപാട് പട്ടികളും മങ്കീസും എല്ലാം ഉണ്ട്. എല്ലാം നിറഞ്ഞൊരു ക്യാമ്പസാണ്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻട്രി ചെയ്യാനൊരു ബയോമെട്രിക് സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ട് വേണം കയറാൻ. മടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്നെത്തി. യൂഷ്വലി ഒരു 45 minutes ഒക്കെ എടുക്കാറുണ്ട്. 35 minutes കൊണ്ട് എത്തി. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോവാണ്. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അനുഷ്ക എന്നെ വഴിയിൽ നിന്ന് മീറ്റ് ചെയ്യും. അപ്പം നമ്മൾ IIScയുടെ മെയിൻ ക്യാമ്പസ്, മെയിൻ ബിൽഡിംഗ് ആണിത്, ഈ കാണുന്നത്. നമ്മളിവിടെ ഇത്ര നാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ക്യാൻറ്റീനിലൊക്കെ പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:15 ആയി. ഇനി ഞങ്ങൾക്കൊരു നടക്കുകയാണെങ്കിൽ 2.6 kilometers ഞങ്ങളുടെ PGയിലേക്ക് ഇനി ഇവിടെ നിന്നുള്ളത്. അതിൽ തന്നെ ഒരു 1.5 kilometer നമുക്ക് IISc ഗേറ്റ് വരെ എത്താനുണ്ടാവും. പിന്നെ ബാക്കിയാണ് നമുക്ക് നടക്കാനുള്ളത്. അപ്പോൾ ശരി ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ്, എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീരാനായി. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മൾ IIScയിലെ ക്യാമ്പസ് ടൂർ അവസാനിപ്പിച്ചിരിക്കുന്നു. IISc വ്ളോഗ് എൻഡ്സ് ഹിയർ. ബൈ.